ഹലോ എവരിവൺ, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റായ സ്വിച്ചിനെ പറ്റിയാണ്. നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ മൂന്നായി തിരിച്ചിരുന്നു: സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. അതിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ടെണ്ണമുണ്ട്, ഇഫും സ്വിച്ചും. ഇഫിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് ഒരു സിലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ബേസിക്കലി നമ്മുടെ കയ്യിലൊരു കണ്ടീഷൻ കാണും, ആ കണ്ടീഷൻ്റെ ബേസിസിൽ നമുക്ക് ഒരു സെലക്ഷൻ നടത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ പ്രോഗ്രാമിന് കൂടുതൽ റീഡബിലിറ്റി കൊടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ ജാവയിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എ മൾട്ടി വേ ബ്രാഞ്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്നും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് ദാൻ എ ലാർജ് സീരീസ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ഇഫ് എൽസ് ലാഡറിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവാണ് ശരിക്കും ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് എൽസ് ലാഡറിൻ്റെ ഓൾമോസ്റ്റ് സെയിം വർക്കിംഗ് തന്നെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലും നടക്കുന്നത്. അതായത് ഒരേ എക്സ്പ്രഷന് വരാവുന്ന ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ ബ്രാഞ്ചിങ് ആണ് ഈ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നടക്കുന്നത്. സോ എന്താണത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സേ ഇപ്പോൾ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, ഇതൊരു എക്സ്പ്രഷനാണ്. സോ ഈ ഒരു എക്സ്പ്രഷന് രണ്ട് വാല്യൂ വരുള്ളൂ, 0ഉം 1ഉം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ കയ്യിലുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സി ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണ് എന്നിരിക്കട്ടെ. അപ്പോൾ സിന് വരാവുന്ന വാല്യൂസ് A1 2 3 4 5 അങ്ങനെ ഇഷ്ടമുള്ളൊരു വാല്യൂ വരാം. സോ നമുക്ക് ഡിഫറെൻറ്റ് കേസസിൽ സിക്ക് വരാൻ ചാൻസ് ഉള്ള വാല്യൂസ് കൊടുക്കാം. സിൻ്റെ വാല്യൂ 5 ആണ് എങ്കിൽ കേസ് വാല്യൂ 5, കേസ് വാല്യൂ 1ൽ വാല്യൂ 1 എന്ന സ്ഥാനത്ത് 5 എന്നിടാം. ദെൻ ഒരു കോളനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റാർട്ട് ഓഫ് എ ബ്ലോക്ക് ഡിനോട്ട് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഇത്രയും നാൾ പഠിച്ചിരുന്നത് സ്റ്റാർട്ട് ഓഫ് എ ബ്ലോക്ക് ഒരു കേളി ബ്രാക്കറ്റും എൻഡ് ഓഫ് എ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു കേളി ബ്രാക്കറ്റും ആയിരുന്നു. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതിയത്. ഈ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്വിച്ച് എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഒരു കേളി ബ്രാക്കറ്റിലും അത് എൻഡ് ചെയ്യുന്നത് ഒരു കേളി ബ്രാക്കറ്റിലും തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കേസ് വാല്യൂ 1 എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് ഈ കേസ് വാല്യൂ 1 എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകാം. ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കാം. അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു സിംഗിൾ കോളനാണ് യൂസ് ചെയ്യുന്നത്. ഈ കോളൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, എല്ലായിടത്തും നമ്മൾ ഈ കോളൻ യൂസ് ചെയ്യില്ല. ഈ ഒരു സ്വിച്ച് കേസ് എന്ന് പറയുന്ന സ്പെഷ്യൽ കേസിലാണ് നമ്മൾ ഈ കോളൻ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിന് സമം തന്നെയാണ് ഈ ഒരു ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് കാണുമ്പോൾ, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ആ നെക്സ്റ്റ് കീവേഡ് കാണുമ്പോഴാണ് നമ്മൾ അടുത്ത ആ ഒരു ബ്ലോക്ക് തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇവിടുത്തെ ഈ കോളൻ മുതൽ ഈ സെമി കോളൻ വരെയാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ ബ്ലോക്ക് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് എന്ന് പറയുന്നത്. അടുത്ത കേസ് വാല്യൂ 2 കഴിഞ്ഞ് ഈ കോളൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിന് സമമാണ്. ഈ ഒരു സെമി കോളൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, അതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇത് ആവശ്യമില്ല, അതിന് പകരമാണ് നമ്മൾ ഈ കോളൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സ്വിച്ച് കേസിൻ്റെ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് എന്ന് പറയുന്നത് കീവേഡാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാകും.
ആ എക്സ്പ്രഷന് ഈ പെർട്ടിക്കുലർ എക്സ്പ്രഷന് വരാൻ ചാൻസ് ഉള്ള വാല്യൂസ് ആണ് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ n എന്ന് പറയുന്നത്. ഇതിൽ ഏത് വാല്യൂ ആണോ ആ വാല്യൂവിനെ നമ്മൾ ആ കേസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വേറെ ഒരു കീവേഡാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ബ്രേക്ക് ചെയ്യുക എന്ന് വച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് എ ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ എക്സിക്യൂഷനെ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറ്റാനായി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഒരു മാച്ച് കിട്ടി. നമ്മൾ നോക്കുന്നത് ഈ എക്സ്പ്രഷന് മാച്ചിങ് ആയിട്ടുള്ള ഒരു വാല്യൂവിനെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു വാല്യൂ 1 ആണ് എങ്കിൽ, ദിസ് എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു വാല്യൂ 1 ആണ് എങ്കിൽ നമുക്ക് ഇവിടെ ഒരു മാച്ച് കിട്ടി. മാച്ച് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വാല്യൂസിനെ നോക്കേണ്ട കാര്യം തന്നെ ഇല്ല. നമുക്ക് ഈ സ്വിച്ചിൽ നിൽക്കുന്നതിൽ കാര്യമില്ല, നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കടക്കുകയാണ് വേണ്ടത്. സോ ഈ സ്വിച്ചിൽ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ എനിക്ക് ഈ സ്വിച്ചിൻ്റെ പുറത്തേക്ക് കടക്കാനായി സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇതാണ്: നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ അവിടെ വച്ച് ബ്രേക്ക് ചെയ്ത് ഈ പെർട്ടിക്കുലർ സ്വിച്ചിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ആ ബ്ലോക്കിൻ്റെ പുറത്തേക്ക് കടത്തിവിടുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് എൻകൗണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ പുറത്തേക്ക് വന്നു. ഇനി ഒരു കേസ് വാല്യൂവിനെ അത് ഇവാലുവേറ്റ് ചെയ്യില്ല. സോ നമുക്ക് മാച്ച് കിട്ടി, ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ചിൻ്റെ പുറത്തേക്ക് വന്നു. ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്. ഇത് ഇല്ല എന്നുണ്ടെങ്കിലും ദിസ് വിൽ നോട്ട് ഗീവ് എസ് ആൻ എറർ. ഇതില്ല എങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഇതില്ലാണ്ട് വർക്ക് ചെയ്യും. ഇതില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിന് ഇറ്റ് ഷുഡ് ബി ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ് ഓർ ക്യാർ ആയിരിക്കണം. അതായത് ഇതിൻ്റെ അകത്ത് ഫ്ലോട്ട്, ഡബിള് പോലത്തെ വാല്യൂസ് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗിവൺ എസ് ആൻ എറർ. നമുക്കത് കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ് ഓർ ക്യാരക്ടർ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് വാല്യൂ സ്പെസിഫൈഡ് ഇൻ കേസ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ഓഫ് എ ടൈപ്പ് കോമ്പാറ്റബിൾ വിത്ത് ദി എക്സ്പ്രഷൻ ആയിരിക്കണം. ആ കേസ് വാല്യൂസിലുള്ളതും ഈ പറഞ്ഞ ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ക്യാർ ആയിരിക്കണം. ഇപ്പോൾ കേസ് വാല്യൂസിലൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോമ്പാറ്റബിൾ ടൈപ്പ് അല്ല. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. സോ ഇതാണ് വർക്കിംഗ് ഓഫ് എ സ്വിച്ച്. നമ്മുടെ കയ്യിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ദിസ് ഇസ് ആൻ എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷനെ നമ്മൾ വാല്യൂ 1 ആയി ആദ്യം മാച്ച് ചെയ്യുന്നു. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വാല്യൂ 1ഉമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഇത് രണ്ടും സെയിം ആണോ. യെസ് ആണ് എങ്കിൽ കോഡ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു, സ്വിച്ച് ടെർമിനേറ്റ് ചെയ്യുന്നു. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വിച്ച് ടെർമിനേറ്റ് ചെയ്യും. ഇനി അതല്ല, ഇത് ഒരു മാച്ച് അല്ല എങ്കിൽ, നോ ആണ് എങ്കിൽ നമ്മൾ അടുത്ത വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നു. യെസ് ആണ് എങ്കിൽ കോഡ് ബ്ലോക്ക് 2 ചെയ്യുന്നു. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മാച്ച് 3 ആണോ നോക്കുന്നു, യെസ് ആണ് ഈ കോഡ് ബ്ലോക്ക് 3, നോ ആണ് എങ്കിൽ ഇതൊന്നുമല്ല, ഈ പറഞ്ഞ വാല്യൂസ് ഒന്നുമായിട്ടൊരു മാച്ച് കിട്ടിയില്ല എങ്കിൽ നമ്മളൊരു ഡിഫോൾട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ സ്വിച്ച് ടെർമിനേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ഹൗ സ്വിച്ചിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് നടക്കുന്നത്. സോ ഇത് ഒരു സിമ്പിൾ സ്വിച്ച് കേസ് പ്രോഗ്രാമാണ്. സോ നമുക്ക് ഇത് വച്ചിട്ട് സ്വിച്ചിൻ്റെ വർക്കിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹിയർ വി ഹാവ് എ ക്ലാസ് കോൾഡ് സ്വിച്ച് കേസ് എക്സാമ്പിൾ 2. സോ ഇവിടെ മെയിൻ ഉണ്ട്. മെയിനിൻ്റെ അകത്ത്
ഐ എന്ന് പറയുന്നൊരു വേരിയബിൾ, അതിൻ്റെ വാല്യൂ ഇസ് ഡിസൈൻഡ് എസ് ടു സ്വിച്ച് ഐ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ഐനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ കേസ് 1 ആണ് എങ്കിൽ, അതായത് ഐൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യും? കേസ് 1 എന്ന് പ്രിൻ്റ് ചെയ്യും, ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. കേസ് 2 ആണ് എങ്കിൽ കേസ് 2 എന്ന് പ്രിൻ്റ് ചെയ്യും, ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. കേസ് 3 ആണ് എങ്കിൽ കേസ് 3, 4 ആണെങ്കിൽ കേസ് 4, ഡിഫോൾട്ട് ആണെങ്കിൽ ഡിഫോൾട്ട്. സോ ഇപ്പോൾ ഇവിടെ ഐൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ കേസ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. കേസ് 2 എന്ന് എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ വച്ച് ബ്രേക്ക് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇനിയിപ്പോൾ എൻ്റെ ഇവിടെ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സേ ഐ ഈക്വൽ ടു 10 എന്നായിരുന്നു എങ്കിൽ, ഐൻ്റെ വാല്യൂ 10 എന്നായിരുന്നു എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? സോ ഐ 10 ആയതുകൊണ്ട് നമ്മൾ ആദ്യം കേസ് 1ഉമായിട്ട് കമ്പയർ ചെയ്തു. 1ഉം 10ഉം ഈക്വൽ ആണോ? അല്ല. 2ഉം 10ഉം ഈക്വൽ ആണോ? അല്ല. 3ഉം 10ഉം ഈക്വൽ ആണോ? അല്ല. 4ഉം 10ഉം ഈക്വൽ ആണോ? ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ. സോ ഇവരൊന്നുമായിട്ട് ഈക്വൽ അല്ലാത്തതുകൊണ്ട്, സോ എവറി കേസ് വി ട്രൈഡ് ബട്ട് വി ഡിഡ്ന്റ് ഗോട്ട് എ എക്സാക്ട് മാച്ച്. സോ വിൽ ഗോ ഫോർ ദി ഡിഫോൾട്ട് വാല്യൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഡിഫോൾട്ട് എന്ന് നമുക്ക് ഔട്ട്പുട്ടിൽ ഡിഫോൾട്ട് എന്ന് കിട്ടിയേനെ. ഇഫ് ഐ വാസ് 10, ഐൻ്റെ വാല്യൂ 10 ആയിരുന്നു എങ്കിൽ വി വുഡ് ഹാവ് ഗോട്ട് ഡിഫോൾട്ട് എന്ന ഔട്ട്പുട്ട് കിട്ടിയേനെ. ഓക്കെ, ദിസ് ഇസ് ഹൗ സ്വിച്ച് വർക്ക്സ്. ഇനി നമുക്ക് ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെ സ്വിച്ച് ചെയ്തു നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കമ്പൽസറി അല്ല, ഇറ്റ് ഈസ് എൻ ഓപ്ഷണൽ കേസ്. ആ ബ്രേക്ക് ഇല്ല എങ്കിലും നമ്മുടെ ഈ പറയുന്ന സ്വിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് സ്വിച്ചിൻ്റെ അകത്ത് ബ്രേക്ക് ഇല്ല എങ്കിൽ ഹൗ ഇറ്റ് വിൽ എഫക്റ്റ് അവർ ഔട്ട്പുട്ട് എന്ന് നോക്കാം. ഇവിടെയും എഗെയിൻ നമുക്ക് ഒരു എക്സാമ്പിൾ ഉണ്ട്. സ്വിച്ച് കേസ് എക്സാമ്പിൾ 2 എന്ന് പറയുന്ന സെയിം ക്ലാസ് ആണ്. മെയിൻ ഉണ്ട്, ഐൻ്റെ വാല്യൂ ഇസ് 2, ഐ ഇസ് 2 ആണ്. സോ നമ്മൾ സ്വിച്ച് ഓഫ് ഐ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേസ് 1 നോക്കി, കേസ് 1 നോക്കിയപ്പോൾ ദിസ് ഇസ് നോട്ട് എ മാച്ച്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് കേസ് 2 ആണ്. കേസ് 2 ആയതുകൊണ്ട് ദിസ് ഇസ് എ മാച്ച് ആണ്. ഇത് മാച്ച് ആയതുകൊണ്ട് നമ്മൾ കേസ് 2 എന്ന പ്രിൻ്റ് ചെയ്യുന്നു. ഇനി ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി സബ്സിക്വൻ്റ് ആയിട്ടുള്ള എല്ലാ കേസസിൻ്റെയും വാല്യൂസ് ഇറ്റ് വിൽ എക്സിക്യൂട്ട്. സോ ഇവിടെ കേസ് 2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് 3, കേസ് 4 ആൻഡ് ഡിഫോൾട്ട് എന്ന് നമ്മൾ പ്രിൻ്റ് ചെയ്യും. ബിക്കോസ് ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് ആണ്. ഇതിൻ്റെ അകത്തെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സിനെ എല്ലാം ഇത് അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എല്ലാം ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ നമുക്ക് വേണ്ട കൃത്യം ഔട്ട്പുട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ദർ വിൽ ബി ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതല്ല എങ്കിൽ വി വിൽ ഗെറ്റ് എ റോങ് ഔട്ട്പുട്ട്. സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയും ഒരു രീതിക്ക് നമുക്ക് ബ്രേക്കിനെ യൂസ് ചെയ്യാം, സ്വിച്ചിനെ യൂസ് ചെയ്യാം, സ്വിച്ച് വിത്ത് എ ക്യാരക്ടർ ആയിട്ടും യൂസ് ചെയ്യാം. സോ ഹിയർ വി ഹാവ് CH എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഇറ്റ് ഹാസ് B എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണുള്ളത്. സോ ബീനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ കേസ് D, ഇവിടെ കേസിൻ്റെ അകത്ത് കേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ബൈറ്റ് ആവാം, ഷോർട്ട് ആവാം, ഇൻഡ് ആകാം, ക്യാരക്ടർ ആകാം. സോ ക്യാരക്ടർ ഇസ് ഓൾസോ പോസിബിൾ. സോ ഇവിടെ കേസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി കേസ് 2 എന്ന് തന്നെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. ബി ഇതായിരിക്കും ചൂസ് ചെയ്യുന്നത് ആസ് ഔട്ട്പുട്ട്. ദിസ് ഇസ് ഹൗ switch case works. We can also have nested switch case.
അതായത് ഒരു സ്വിച്ച് കേസിൻ്റെ അകത്ത് വി ക്യാൻ ഹാവ് അനദർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്വിച്ച്, ഹിയർ വി ഹാവ് വൺ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് വർക്ക്സ് ഓൺ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലാണ് ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്.